ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. കഴിഞ്ഞ ശനിയാഴ്ച നമ്മൾ വത്തിക്കാൻ പുറപ്പെടുവിച്ച 2001 ജൂലൈ മാസം 20 വത്തിക്കാൻ പുറപ്പെടുവിച്ച ഒരു മാർഗരേഖ അതിനടിസ്ഥാനമാക്കി അദ്ദായി മാറി സ്ലീഹന്മാരുടെ അനാഫറ, അതായത് നാം ദിവസവും ചൊല്ലുന്ന കുർബാന ആ കൂതാശക്രമം, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അന്ന് നമ്മൾ കഴിഞ്ഞ ശനിയാഴ്ച പറഞ്ഞൊരു കാര്യമാണ്, 3 കാരണങ്ങളുടെ വെളിച്ചത്തിലാണ് അദ്ദായി മാറി സ്ലീഹന്മാരുടെ പേരുള്ള അനാഫറ അഥവാ കൂതാശക്രമം അന്ന് മുതൽ ഇന്ന് വരെ സ്ഥാപനവാക്യങ്ങൾ ഇല്ലാതെയും സാധുവാണെന്ന് കത്തോലിക്ക സഭ അംഗീകരിച്ചതെന്ന് സൂചിപ്പിക്കുന്നുണ്ട് ആ രേഖയിൽ. ആ 3 കാരണങ്ങൾ നമുക്ക് അന്ന് ഞാൻ പറഞ്ഞു പിന്നീട് ചർച്ച ചെയ്യാം. 3 കാരണങ്ങൾ പിന്നീട് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. നമുക്ക് കാരണങ്ങളിൽ ആദ്യത്തേത് നോക്കുക. ആദ്യത്തേത് ഇങ്ങനെയാണ്, ഒരു റഫ് പരിഭാഷ, വത്തിക്കാൻ പുറപ്പെടുവിച്ച രേഖയുടെ ഒരു റഫ് പരിഭാഷ. ഒന്നാമതായി, ആദ്യകാല സഭയുടെയും ആദ്യകാല ആരാധനാക്രമ നിയമങ്ങളുടെയും കാലത്തോളം പഴക്കമുള്ളതും ഏറ്റവും പുരാതനമായ കുർബാന പ്രാർത്ഥനകളിൽ യൂക്കറിസ്റ്റിക് പ്രയേഴ്സ് ഒന്നാണ് അദ്ദായുടെയും മാറിയുടെയും കുർബാനക്രമം. കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചും സഭയുടെ യഥാർത്ഥ ലക്ഷ്യത്തിന് അനുസൃതമായും അന്ത്യത്താഴത്തിന് സമ്പൂർണ്ണമായ തുടർച്ചയായി വിശുദ്ധ കുർബാന അർപ്പിക്കുക എന്ന വ്യക്തമായ ഉദ്ദേശത്തോടെയാണ് ഇത് രൂപപ്പെടുത്തുകയും ഉപയോഗിക്കുകയും ചെയ്തത്. ഇതിൽ തുടർച്ചയായ രൂപത്തിലുള്ള ഒരു കുർബാന സ്ഥാപന വിവരണം ഇല്ലാത്തത് 4-5 നൂറ്റാണ്ടുകളിൽ വികസിച്ചു വന്ന ബൈസന്റൈൻ റോമൻ പാരമ്പര്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ തീർച്ചയായും ഒരു സവിശേഷ അപവാദമാണ്, എക്സെപ്ഷൻ. എന്നിരുന്നാലും ഈ അപവാദം അതിൻ്റെ അതിപുരാതനമായ ഉദ്ഭവം കൊണ്ടും പിന്നീട് അസീറിയയിലെ കിഴക്കൻ സഭ കിഴക്കൻ്റെ അസീറിയൻ സഭ നേരിട്ട ഒറ്റപ്പെടൽ കൊണ്ടും സംഭവിച്ചതാകാം. യഥാർത്ഥത്തിൽ അദ്ദായുടെയും മാറിയുടെയും കുർബാനക്രമത്തിൻ്റെ സാധുത ഒരിക്കൽ പോലും ഔദ്യോഗികമായി ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല. പൗരസ്ത്യദേശത്തോ പാശ്ചാത്യ ദേശത്തോ ഒരിക്കലും ഇതിൻ്റെ സാധുത ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല. ഞാൻ അതിൻ്റെ ഡോക്യുമെൻ്റിലുള്ള ഇംഗ്ലീഷ് കൂടി ചൊല്ലുകയാണ്, എന്നിട്ട് ഞാൻ ഒന്ന് വിശദീകരിക്കാം. ഇൻ ദ ഫസ്റ്റ് പ്ലേസ്, ആദ്യ കാരണമാണ് പറയുന്നത്, ദ അനാഫറ ഓഫ് അദ്ദായി ആൻഡ് മാറി. ഇൻ ദ ഫസ്റ്റ് പ്ലേസ്, ദ അനാഫറ ഓഫ് അദ്ദായി ആൻഡ് മാറി ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഏൻഷ്യന്റ് യൂക്കറിസ്റ്റിക് പ്രയേഴ്സ് ഡേറ്റിംഗ് ബാക്ക് ടു ദ ടൈം ഓഫ് the very early church and the first liturgical regulations. It was composed and used with the clear intention of celebrating the Eucharist in full continuity with the Last Supper, in obedience to the command of the Lord and according to the intention of the church. The absence of a coherent institutional narrative represents indeed an exception in comparison with the Byzantine and Roman traditions as developed in the 4th and the 5th century. This exception, however, may be due to its very early origin and to the later isolation of the Assyrian Church of the East. The validity of the anaphora of Addai and Mari, in fact, was never officially contested. ഇതൊരു വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. നമുക്ക് ഒന്നുകൂടി അതിൻ്റെ പ്രധാനപ്പെട്ട ചില സംഗതികൾ മാത്രം ഞാനൊന്ന് പറയട്ടെ. ഒന്ന്, ആദ്യകാല സഭയുടെയും ആദ്യകാല ആരാധനക്രമ നിയമങ്ങളുടെയും കാലത്തോടും പഴക്കമുള്ളതാണ് ഈ അദ്ദായി മാറി സ്ലീഹന്മാരുടെ അനാഫറ എന്ന് വെച്ചാൽ നാം ദിവസവും അർപ്പിക്കുന്ന കുർബാന. ഏറ്റവും പുരാതനമായ കുർബാന പ്രാർത്ഥനയാണ് ഈ അദ്ദായി മാറി സ്ലീഹന്മാരുടെ കുർബാനക്രമം. കത്തോലിക്ക സഭയിൽ പറയുകയാണെങ്കിൽ നമ്മൾ സീറോ മലബാർ സഭയും ഇറാഖിലെ കൽദായ കത്തോലിക്ക സഭയും മാത്രമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ കത്തോലിക്ക സഭയുമായി പൂർണ്ണമായി ഐക്യത്തിൽ എത്തിയിട്ടില്ലെങ്കിലും കിഴക്കൻ്റെ അസീറിയൻ സഭ, അസീറിയയിലെ കിഴക്കൻ്റെ സഭ, ആ സഭയും ഇതാണ് ഉപയോഗിക്കുന്നത്. ആ സഭയുടെ കൂതാശകൾ അംഗീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പ്രഖ്യാപനം ഉണ്ടായതും. അപ്പോൾ ഏറ്റവും പുരാതനമായ കത്തോലിക്ക പാരമ്പര്യത്തിൽ, ക്രൈസ്തവ വിശ്വാസത്തിൽ ഏറ്റവും പുരാതനമായ കുർബാന പ്രാർത്ഥനയാണ് അദ്ദായുടെയും മാറുടെയും കുർബാനക്രമം. ആ കുർബാനക്രമം അതിൻ്റെ സവിശേഷത എന്താണ്? കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചും സഭയുടെ യഥാർത്ഥ ലക്ഷ്യത്തിന് അനുസൃതമായും അന്ത്യത്താഴത്തിൻ്റെ സമ്പൂർണ്ണമായ തുടർച്ചയായി വിശുദ്ധ കുർബാന അർപ്പിക്കുക എന്ന വ്യക്തമായ ഉദ്ദേശത്തോടെയും ഇത് രൂപപ്പെടുത്തുകയാണ് ഉണ്ടായത്. 3 കാര്യങ്ങൾ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചാണ്, സഭയുടെ വ്യക്തമായ ഉദ്ദേശത്തിന് ചേർന്നാണ്, പ്ലസ് അന്ത്യത്താഴവുമായി സമ്പൂർണ്ണമായ തുടർച്ചയിലാണ് ഇത് രൂപപ്പെടുത്തിയത്. ഇങ്ങനെയുള്ള ഇതൊക്കെയാണെങ്കിലും ഇതിൽ ഒരു തുടർച്ചയായുള്ള രൂപത്തിലുള്ള ഒരു കണ്ടിന്യൂവസ് ഇൻസ്റ്റിറ്റ്യൂഷൻ നാരേറ്റീവ്, സ്ഥാപന വിവരണം, ഒരു വിവരണമായിട്ട് അവിടെ ഇല്ല. അങ്ങനെയുള്ളത് 4-5 നൂറ്റാണ്ടിൽ രൂപപ്പെട്ടതാണ് മറ്റ് കുർബാനക്രമങ്ങൾ. ബൈസന്റൈൻ കുർബാനക്രമമാണെങ്കിലും റോമൻ
ലത്തീൻ റീത്ത് അതൊക്കെ 4-5 നൂറ്റാണ്ട് രൂപപ്പെട്ടതാണ്. അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഈ സ്ഥാപന വിവരം ഇല്ലാത്തത് ഒരു അപവാദമാണ്, ഒരു എക്സെപ്ഷനാണ്. എന്തുകൊണ്ടാണ് അദ്ദായിമാർ സ്ലീഹന്മാരുടെ കുർബാനയിൽ സ്ഥാപന വിവരണമില്ലാത്തത്? ഇപ്പം നമ്മൾ ചൊല്ലുന്ന കുർബാനയിലുണ്ട്, അത് പിന്നീട് ചേർത്തതാണ്. പക്ഷേ ഒറിജിനൽ മൗലിക രൂപത്തിൽ ഇല്ലായിരുന്നു. എന്തുകൊണ്ടില്ല? 4-5 നൂറ്റാണ്ട് മുതലുള്ള കുർബാനകളിൽ സ്ഥാപന വിവരണമുണ്ട്. ഈ അദ്ദായിമാർ സ്ലീഹന്മാരുടെ കുർബാന ഞാൻ അന്ന് പറഞ്ഞത്, കഴിഞ്ഞ ശനിയാഴ്ച പറഞ്ഞത്, കർത്താവിൽ നിന്ന് തോമാസ് സ്ലീഹായിലൂടെ ഈ അദ്ദായിമാർ സ്ലീഹന്മാർ നൽകിയതാണ് ഈ കൂദാശക്രമം. നമ്മളത് സ്വീകരിക്കേണ്ട കാരണമൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ ഇത് 4-5 നൂറ്റാണ്ട് രൂപപ്പെട്ട ലത്തീൻ ലിറ്റർജിയോ ബൈസന്റൈൻ ലിറ്റർജിയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ 1-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ രൂപപ്പെട്ട ഈ അദ്ദായിമാർ സ്ലീഹന്മാരുടെ അനാഫറ, അതിനകത്ത് സ്ഥാപന വിവരണമില്ല. അതൊരു അപവാദമായിട്ട് തോന്നാം. പക്ഷേ ഈ കുർബാനയുടെ പൗരാണികമായ ഉത്ഭവം കണക്കിലെടുക്കുമ്പോൾ, അതായത് 4-5 നൂറ്റാണ്ടുകളൊക്കെ സ്ഥാപന വിവരണമുണ്ട്. അതിനു മുമ്പുള്ള ഡിഡാക്കെ തുടങ്ങിയുള്ള ആ പ്രാചീന ഡോക്യുമെന്റ്സിൽ സ്ഥാപന വിവരണമില്ല, ഇതിലുമില്ല. അതില്ലാത്തത് തന്നെ അതിൻ്റെ പൗരാണികതയ്ക്ക് തെളിവാണെന്നാണ് വത്തിക്കാൻ അംഗീകരിക്കുന്നത്. ഈ അപവാദം അതിൻ്റെ അതിപുരാതനമായ ഉത്ഭവം കൊണ്ടും, അതിപുരാതനമായ ഉത്ഭവം അപ്പോൾ 4-5 നൂറ്റാണ്ടിലുണ്ടായ കുർബാനക്രമത്തിനോട് താരതമ്യം ചെയ്യുമ്പോൾ 1-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലോ 2-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലോ ഉണ്ടായത് എന്ന് വെച്ചാൽ AD 100 അടുത്തുണ്ടായതാണ് ഈ കുർബാനക്രമം. അത്രയും അതിപുരാതനമായ ഉത്ഭവമാണ്. പിന്നെ അസീറിയൻ സഭ ഈ മറ്റ് സഭകളിൽ നിന്നും ഒറ്റപ്പെട്ട് പോകുന്ന ഒരു അവസരമുണ്ടായി രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ട്. അതുകൊണ്ടും സംഭവിച്ചിരിക്കാം. മറ്റ് സഭകളുമായിട്ടുള്ള കൂടിച്ചേരൽ അധികം ഇല്ലാത്തത് കൊണ്ടും സംഭവിച്ചിരിക്കാം. പക്ഷെ പ്രധാനമായും പറയുന്നത് ഒന്നാമത്തെ കാരണം എന്താണ്? പുരാതനമായ ഉത്ഭവം കൊണ്ട്. ഇനി ഏറ്റവും അവസാനത്തെ വാചകമാണ്, യഥാർത്ഥത്തിൽ അദ്ദായുടെയും മാരുടെയും കുർബാനക്രമത്തിന്റെ സാധുത ഒരിക്കൽ പോലും ഔദ്യോഗികമായ ആരും ചോദ്യം ചെയ്തിട്ടില്ല. പാശ്ചാത്യ ദേശത്തോ പൗരസ്ത്യ ദേശത്തോ ആരും തന്നെ ഈ കുർബാനയുടെ സാധുത, അതായത് സ്ഥാപന വിവരണം ഇല്ലാതെയും ഇത് സാധുവാണ്, വാലിഡ് ആണ് എന്ന കാര്യം ഒരാളും ഒരിക്കൽ പോലും ചോദ്യം ചെയ്തിട്ടില്ല. നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരോ അൽമായ മുന്നേറ്റക്കാരോ ഒക്കെ ചോദ്യം ചെയ്തിരിക്കാം, അല്ലെങ്കിൽ മറ്റാരും തന്നെ ചോദ്യം ചെയ്തിട്ടില്ല. ഇതാണ് ഈ ഒന്നാമത്തെ കാരണം. അതായത് അദ്ദായി മാറി സ്ലീഹന്മാരുടെ പേരിലുള്ള കൂദാശക്രമം അനാഫറ കത്തോലിക്ക സഭയിലും ഉപയോഗിക്കുന്നു. കത്തോലിക്ക സഭയിൽ സീറോ മലബാർ സഭയും കൽദായ കത്തോലിക്ക സഭയും ഇറാഖിലെ, പിന്നെ കിഴക്കൻ അസീറിയൻ സഭ ഉപയോഗിക്കുന്നു. ഉപയോഗിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഇത് കുർബാന വാലിഡ് ആണ്, സ്ഥാപന വിവരണമില്ലാതെയും ഈ കുർബാന വാലിഡ് ആണ് എന്ന് വത്തിക്കാൻ അംഗീകരിക്കുകയാണ്. എന്തൊരു ശക്തമായ ഒരു ആർഗ്യുമെന്റാണിത്. ഇത്രയും ഇതിൻ്റെ പുരാതനത്വമൊക്കെ ഇത്രമാത്രം വത്തിക്കാൻ അംഗീകരിച്ചിട്ടും ഇപ്പോഴും നമ്മുടെ ആളുകൾ ഇതിൻ്റെ പൗരാണികതയെ ചോദ്യം ചെയ്യുകയും ഇതിൻ്റെ പവിത്രതയെ ചോദ്യം ചെയ്യുകയും ഇതിൻ്റെ ഉത്ഭവത്തെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത് വലിയ സങ്കടമുള്ള കാര്യമാണ്. ഈ രേഖ പറയുന്നുണ്ട്, സുദീർഘവും ആഴമേറിയതുമായി പഠനം നടത്തിയിട്ടാണ് ഞങ്ങൾ പ്രഖ്യാപനം നടത്തുന്നതെന്ന്. സുദീർഘവും ആഴമേറിയതുമായ പഠനം നടത്തിയിട്ടാണ് ഞങ്ങളിത് പ്രഖ്യാപിക്കുന്നത് എന്ന് വത്തിക്കാൻ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ബെനഡിക്ട് മാർപ്പാപ്പയുടെ നേതൃത്വത്തിലാണ് ആ പഠനമായിരുന്നത്. വിശ്വാസ തിരുസംഘത്തിൻ്റെ കാര്യാലയം അത് പ്രഖ്യാപിച്ചു ജനുവരി മാസത്തിൽ 2001. പിന്നെ ഈ സഭകളിൽ ഇതെങ്ങനെ കുർബാനയിൽ എങ്ങനെയൊക്കെ പങ്കെടുക്കാം, അതിനെന്തെല്ലാം മാർഗനിർദ്ദേശങ്ങൾ വേണമെന്ന് ജൂലൈ മാസം 20-ാം തീയതി 2001 ജൂലൈ മാസം 20-ാം തീയതി പ്രഖ്യാപിച്ചു. തീർന്നില്ല. ഈ പ്രഖ്യാപനത്തിന് ഒരു സെന്റിനറി ഡെസേനിയൽ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അതായത് 2011 10 കൊല്ലം കഴിഞ്ഞപ്പോൾ ഗംഭീരമായ ഒരു ആഘോഷമുണ്ടായിരുന്നു. 10 കൊല്ലം എത്തുന്നതിൻ്റെ ദശകം ആഘോഷിക്കുന്നതിൻ്റെ വലിയ ആഘോഷമുണ്ടായിരുന്നു, സെലിബ്രേഷൻസ്. കാരണം എന്താണ്? ഇത് അത്ര വലിയ പ്രഖ്യാപനമാണ്. വളരെ സുദീർഘമായിട്ടും ആഴമേറിയും പഠിച്ചിട്ട് ഈ സ്ഥാപന വിവരണം ഇല്ലാതെയും ഇത് വാലിഡ് ആണ് എന്ന പ്രഖ്യാപനം മാത്രമല്ല, ഏറ്റവും അതിപുരാതനമായ ആദ്യകാല സഭയുടെയും ആദ്യകാല ആരാധനക്രമ നിയമങ്ങളുടെയും കാലത്തോളം പഴക്കമുള്ളത്. അതാണ് ആദ്യത്തെ വാചകം. ആദ്യകാല സഭയുടെയും ആദ്യകാല ആരാധനക്രമ നിയമങ്ങളുടെയും കാലത്തോളം പഴക്കമുള്ളത്, ഏറ്റവും പുരാതനമായ കുർബാന പ്രാർത്ഥന. ഇത്രയൊക്കെ പോരെ? ഇത്രയ്ക്ക് വത്തിക്കാൻ അംഗീകരിച്ച പോരെ നമ്മുടെ കുർബാനയെക്കുറിച്ച്? ആ കുർബാന ഇങ്ങനെ വികൃതമാക്കാൻ അച്ഛന്മാരുടെ തോന്നിയാസമനുസരിച്ച് ഓരോ പ്രാർത്ഥന കൂട്ടിച്ചേർത്തും വെട്ടിക്കളഞ്ഞും വികൃതമാക്കുന്നത് ശരിയാണോ? നിങ്ങൾ കേൾക്കുന്നവർ ചോദിക്കൂ. അപ്പോൾ വിപ്ലവം നമ്മിൽ നിന്നാണ് വരിക. മുകളിൽ നിന്ന് വിപ്ലവം വരില്ല, താഴെ നിന്നാണ് വരിക, നമ്മിൽ നിന്നാണ് വരിക. ആ വിപ്ലവം എന്ന് പറയുന്നത് സ്നേഹ വിപ്ലവമാണ്. നമുക്ക് കിട്ടിയ നിധി
നഷ്ടപ്പെടുത്താതിരിക്കാനുള്ള നമ്മുടെ ഒരു പോരാട്ടമാണിത്. വിശ്വാസം തന്നെ ഒരു പോരാട്ടമാണ്. നമ്മൾ ആരാധനാക്രമത്തിന് വേണ്ടിയും പോരാടുകയാണ്. ആ പോരാട്ടം കൊണ്ടുപോകാൻ ഈ അറിവ്, ഈ പ്രഖ്യാപനം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.